ക്രിസ്തുവിൽ പുതുജീവിതം പ്രോഗ്രാമിലേക്ക് ഏവരെയും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുകയും ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യമാണ്. പ്രിയ ദൈവമക്കളെ, എപ്പോഴും ഓർത്തോണം, നമ്മളിൽ സംശയങ്ങൾ വരികയും വേവലാതികൾ വരികയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ബലം ക്ഷയിച്ചിട്ടുണ്ട്. നമ്മളുടെ പ്രതികൂല സാഹചര്യങ്ങൾ നോക്കി ആ സാഹചര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുമ്പോൾ, അതിൻ്റെ ഭയം നമ്മളിൽ വരുമ്പോൾ മറന്നു പോകരുത്, നമ്മുടെ അകത്ത് നമ്മുടെ വിശ്വാസത്തിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയം നമ്മളിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെ ദൈവാശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവും കുറഞ്ഞു നിൽക്കുന്ന എഫെസോസിലെ സഭയോടാണ് പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വീതി, നീളം, ഉയരം, ആഴം എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും ഈ പ്രാർത്ഥനാ ഭാഗം പൗലോസ് അപ്പോസ്തലൻ അവസാനിപ്പിക്കുമ്പോൾ താൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് താൻ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കൂടുതൽ രുചിച്ചറിയുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളം, വീതി, ഉയരം, ആഴം എന്ത് എന്ന് നമ്മൾ ഗ്രഹിക്കുവാനും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, മാനുഷിക ബുദ്ധിയിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും ഉയരവും ഒന്നും ഗ്രഹിക്കുവാൻ പറ്റത്തില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്ത് പറയുന്ന ഭാഗം, നമ്മൾ അധൈര്യപ്പെടുമ്പോൾ അല്ലെ ക്ഷീണിച്ചു പോകുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിൽ ക്ഷീണത സംഭവിക്കുമ്പോൾ നമ്മൾ താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ താന്നു പോകുമ്പോൾ അതിൻ്റെ എൻ്റെ എവിടെ എത്തി? ആ താന്നിരിക്കുന്ന സാഹചര്യം, നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സാഹചര്യം, അവിടെ ഇരുന്നുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഡിപ്രസ്ഡായി പോകുമായിരിക്കാം. അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പറയുമായിരിക്കും, ദൈവമേ, എനിക്ക് ഈ ഗതി വന്നല്ലോ, ഞാൻ ഇത്രയും താന്നിരിക്കുകയാണല്ലോ എന്ന് പറയുന്ന ആ സാഹചര്യത്തിൻ്റെയും ആഴത്തിലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. നാം എത്ര ഡൗൺ ആയിപ്പോയാലും അതിനേക്കാളും ആഴത്തിലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നിൽക്കുന്നത്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് സാധിക്കും. നീളം, വീതി, ഉയരം, ആഴം എത്ര ഡൗണായി പോയാലും അതിനേക്കാളും ആഴത്തിലുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ ആ സാഹചര്യത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം വിട്ടിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാൻ പറ്റുമോ? അവിടെയും ഉണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ സർവ്വ ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ലോകവും അതിൻ്റെ പൂർണ്ണതയും ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ സ്നേഹവും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ സകല സാഹചര്യങ്ങളിൽ നിന്നും ജയത്തോടെ നമുക്ക് മുന്നേറുവാൻ സാധിക്കും. അതിനാണ് ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത്. ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ മാത്രമേ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടത്തുള്ളൂ, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടത്തുള്ളൂ. ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ഏത് സാഹചര്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് നമുക്ക് ജയത്തോടെ മുന്നോട്ട് വരുവാൻ സാധിക്കത്തു. ഇതൊക്കെയും പറയുന്നത് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയമാണ്. ഞാൻ ബലവാനെന്നല്ല, ഞാൻ ശക്തിവാനെന്നല്ല, ദൈവം എനിക്ക് ശക്തി നൽകുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഇതൊക്കെയും ദൈവം എനിക്ക് പകർന്നു നൽകുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ജയിക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഓൺ വില്ലിനാലല്ല, എൻ്റെ സ്ട്രെങ്തിനാലല്ല, ദൈവം എനിക്ക് പകർന്നു തരുന്ന സ്ട്രെങ്ത്, ദൈവം എനിക്ക് നൽകുന്ന ധൈര്യം, അതെൻ്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും. എനിക്ക് സകലത്തെയും ജയിക്കുവാനുള്ളത് കർത്താവിൻ്റെ ഉള്ളിൽ പകർന്നു തരികയാണ്. കർത്താവ് മാനിക്കട്ടെ. പൗലോസ് അപ്പോസ്തലന് ഈ ധൈര്യം ചോർന്നു പോയില്ല. താനിപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന പൗലോസ് അപ്പോസ്തലൻ്റെ ധൈര്യം ചോർന്നു പോകുന്നില്ല. താൻ ധൈര്യത്തോടു കൂടെയാണ് അവരോട് പറയുന്നത്. അദ്ദേഹത്തിന് ദൈവത്തിലുള്ള കോൺഫിഡൻസ്,
ദൈവത്തിലുള്ള ഉറപ്പ് ചോർന്നു പോകാതെ ആ സ്ട്രെങ്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം. വേറെ നിറവുകളല്ല പറയുന്നത്, ദൈവത്തിൻ്റെ നിറവ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വീതി, നീളം, ഉയരം, ആഴം അത് ഗ്രഹിച്ച് ദൈവത്തിൻ്റെ നിറവിനോളം നമ്മൾ നിറഞ്ഞു വരണം. ഇതാണ് പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഒരു ഇംഗ്ലീഷ് വേർഷനിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. Then you will be filled with the fullness of life and power that comes from God. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ആ ഭാഗത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളർന്നു വരുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ മേൽ ദൈവത്തിൽ നിന്നുള്ള ശക്തി, ദൈവത്തിൽ നിന്നുള്ള സർവ്വതും നമ്മുടെ മേൽ വർദ്ധിച്ചു വരികയാണ്. നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ദൈവത്തിന് എന്തൊക്കെ ശക്തിയുണ്ടോ, ദൈവത്തിന് എന്തൊക്കെ പൂർണ്ണതകളുണ്ടോ, ആ പൂർണ്ണതകൾ മുഴുവൻ നമ്മളിലും വെളിപ്പെട്ട് വരികയാണ്. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നമ്മൾ നിറഞ്ഞു വരികയാണ് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഫുൾനെസ് ഓഫ് ലൈഫ് ആൻഡ് പവർ ഫ്രം ഗോഡ്. ജീവന്റെ പൂർണ്ണതയും ദൈവത്തിൻ്റെ ശക്തിയുടെ പൂർണ്ണതയും എല്ലാം നമ്മളിൽ നിറഞ്ഞു വരികയാണ്. ദൈവത്തിൻ്റെ സകല നിറവുകളും, ഏതൊക്കെ മേഖലയിലാണോ ദൈവികമായ നിറവുള്ളത്, അത് മുഴുവൻ നമ്മളിൽ വളർന്ന് വളർന്ന് വളർന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. താൻ ജയിലിൽ കടക്കുമ്പോഴും തനിക്കറിയാം തൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോവുകയല്ല, ദൈവം തനിക്ക് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയാണ്, ശക്തി വർദ്ധിപ്പിക്കുകയാണ്. താൻ വർദ്ധിച്ചു വരികയാണ്. താൻ ക്ഷീണിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നില്ല. അവിടെ ഇരുന്നുകൊണ്ട് താൻ വചനം എഴുതുകയാണ്. ജയിലിലിരുന്ന പൗലോസേ, തനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതി തന്നിരിക്കുകയാണ്. ആ ലേഖനങ്ങൾ പൗലോസിൻ്റെ കാലം കഴിഞ്ഞിട്ടും ഇത്രയും വർഷം കഴിഞ്ഞ്, ഏകദേശം 2000-ഓളം വർഷം കഴിഞ്ഞും ഇന്നും ആ ലേഖനങ്ങൾ ശക്തിയോടെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ആ മനുഷ്യൻ ആ കാരാഗ്രഹത്തിൽ മടുത്ത് കടന്നില്ല. തന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, തന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിക്കൊത്തവണ്ണം താൻ പോരാടി അധ്വാനിച്ചു. ലേഖനങ്ങൾ എഴുതി നമുക്ക് വേണ്ടി ഇന്ന് നൽകിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് ക്ഷീണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, മടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ആശ അറ്റു പോകരുത്. ധൈര്യപ്പെടുക, ബലപ്പെടുക. ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. ദൈവത്തിൻ്റെ നിറവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. ഇന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനാണ്. തനിക്ക് സംഭവിച്ച കഷ്ടങ്ങൾ, അതിൽ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. അത് നിങ്ങളുടെ മഹത്വമാകുവാൻ പോകുകയാണ്. ഇന്ന് ആ ഒരു തിരിച്ചറിവോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മൾ വർദ്ധിച്ചു വരും, നമ്മൾ ബലപ്പെട്ടു വരും, നമ്മൾ അധികം പ്രയോജനമുള്ളവരായിത്തീരും. കർത്താവ് മാനിച്ച് അനുഗ്രഹിക്കും. പൗലോസ് അപ്പോസ്തലന്റെ ആ കോൺഫിഡൻസ് ആണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, താൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ എബിലിറ്റിയെക്കുറിച്ചും തനിക്കുള്ള ഉറപ്പും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുവാൻ ദൈവം ഏബിളാണ്, ദൈവത്തിനത് സാധിക്കും എന്ന് താൻ ഉറച്ചുകൊണ്ടാണ് ഈ ലേഖനം നമുക്ക് എഴുതി തരുന്നത്. നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചാൽ
നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഇത് പറയുമ്പോൾ താൻ തൻ്റെ സ്വന്തം ശക്തിയിലല്ല ആശ്രയിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിച്ചിട്ട് പറയുകയാണ്, God is able to do it. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നിറവേറ്റുവാൻ ദൈവം മതിയായവനാണ് എന്നുള്ള ഉറപ്പിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് പ്രാർത്ഥിക്കുന്നത്. നമുക്കും ആ ഒരു ഉറപ്പുണ്ടായിരിക്കണം. നമ്മൾ ചോദിക്കുന്ന കാര്യം, നമ്മൾ നനയ്ക്കുന്ന കാര്യം കേട്ട് ഉത്തരമരുളുവാൻ ദൈവത്തിന് ശക്തിയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. പൗലോസിന് ആ ഉറപ്പുണ്ടായിരുന്നു, നമുക്കും ആ ഉറപ്പുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ അടുത്തൊരു ചോദ്യം വരും, ഞാൻ ചോദിക്കുന്നത് നനയ്ക്കുന്നത് എന്തും കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട കഥകളുടെ സ്വാധീനങ്ങൾ ഒത്തിരിയുണ്ട്. അലാവുദ്ദീനും അത്ഭുത വിളക്കും കഥ നമ്മൾ കേട്ടതാ അല്ലേ? അതിൻ്റെ അകത്ത് ആ ജീനി വെളിപ്പെട്ട് വന്നിട്ട് എന്ത് ചോദിച്ചാലും നൽകാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇദ്ദേഹം ചോദിക്കുമ്പോൾ അത് സാധ്യമാക്കി കൊടുക്കുന്നു. ആ കഥകളുടെയൊക്കെ സ്വാധീനം കാരണം നമ്മുടെ മനസ്സിലുണ്ട് ദൈവത്തോട് ഇപ്പം ഞാൻ ചോദിക്കുന്നതെല്ലാം ഇപ്പോൾ അങ്ങോട്ട് സാധിപ്പിച്ച് തരുന്നതാണ് ദൈവം എന്നൊരു ചിന്താഗതി നമുക്ക് വരും. അതല്ല റൈറ്റ്. ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ദൈവത്തിന് മഹത്വം ലഭിക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത്, ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന കാര്യമാണ് നനയ്ക്കുന്നത്. അതാണ് വ്യത്യാസം. ഇന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാര്യവും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തോട് ചോദിക്കുന്നുണ്ട് അല്ലേ? സ്തോത്രത്തോടെ അറിയിക്കുക എത്ര വേണ്ടുന്നത്, വചനം അറിയാവുന്നതുകൊണ്ട് നമ്മൾ സ്തോത്രത്തോടെ അറിയിക്കും. എന്നിട്ടത് ലഭിച്ചില്ല എങ്കിൽ, ദൈവമേ നിനക്ക് ശക്തിയില്ലേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എൻ്റെ കാര്യം സാധ്യമാക്കി തരുന്നില്ലേ, അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തേ. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നടന്നാൽ അതുകൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകുമോ അതോ നമുക്ക് മഹത്വം ഉണ്ടാകാനായിട്ടാണോ നമ്മൾ ചോദിക്കുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ മാന്യനാകാൻ വേണ്ടിയിട്ടാണോ ഞാനിപ്പോൾ ഇത് ചോദിച്ച് പ്രാർത്ഥിച്ച് വാങ്ങുന്നത്? നമ്മൾ ചിന്തിക്കണം, എന്താണ് അതിൻ്റെ ആവശ്യം? നമ്മുടെ എല്ലാ ആവശ്യവും, ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ആൻഡ് ഗ്ലോറി, ദൈവം നമുക്ക് നൽകിത്തരാം. തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ആവശ്യങ്ങളൊക്കെയും പൂർണ്ണമായി ക്രിസ്തുയേശുവിൽ തീർത്തു തരും, നടത്തി തരുവാൻ ദൈവം മതിയായവനാണ്. പക്ഷേ അത് എനിക്ക് മഹത്വം ഉണ്ടാകാനായിട്ടാണോ അതോ ദൈവത്തിന് മഹത്വം ഉണ്ടാകാനായിട്ടാണോ എന്ന് നാം ചിന്തിക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്ന സെൽഫ്ലെസ് പ്രെയർ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളെല്ലാം സെൽഫ്ലെസ് പ്രെയർ ആണ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകളോ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് വ്യത്യാസം. ദൈവത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇന്ന് ഈ കാര്യം പ്രാർത്ഥിച്ച് ദൈവത്തോട് മേടിക്കുന്നത്, അതോ എനിക്ക് മഹത്വം കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ നമ്മൾ സാധാരണയായി പറയുന്നുണ്ടല്ലോ, ദൈവം എന്തെങ്കിലും കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ. ഇപ്പോൾ ഒരു രോഗസൗഖ്യമൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളവിടെ ആരാണ് സൗഖ്യമാക്കി? യേശുവാണ് സൗഖ്യമാക്കി, യേശുവിന് മഹത്വം കൊടുക്കുക. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഇതുകൊണ്ട് ശുശ്രൂഷിച്ച് എനിക്ക് മഹത്വം കിട്ടുകയാണ്, അല്ലെങ്കിൽ എല്ലാം കർത്താവിൻ്റെ കൃപയാലാണെന്നും പറഞ്ഞ് ഞാനങ്ങ് സീനിൽ നിന്ന് മാറി കർത്താവ് തന്നെയാണെന്ന് ഞാൻ പറയുമ്പോഴും ഇപ്പം നമ്മുടെ അകത്തൊരു ചിന്തയുണ്ടെന്ന് വിചാരിക്കുക, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വളരെ മാന്യനായ ഒരു വ്യക്തിയാണെന്നുള്ളൊരു ചിന്ത വരാൻ വേണ്ടിയാണ് ഞാൻ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നെങ്കിലും അതും റൈറ്റ് അല്ല. അത് മുഖാന്തരമായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നത് കൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ എനിക്കൊരു പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരത്തെ പോലും ദൈവം ശോധന ചെയ്ത് നോക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ടാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളും ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന പ്രാർത്ഥനകളായി മാറട്ടെ.
ഞാൻ പണക്കാരനായിട്ട് അല്ലെ ഞാൻ ഭയങ്കര വലിയ സ്ഥാനമാനങ്ങളിൽ ഇരുന്നിട്ട് എനിക്ക് മഹത്വം കിട്ടാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാൻ. അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും മഹത്വം ഉണ്ടാകുന്നെങ്കിൽ എനിക്കത് ലഭിച്ചാൽ മതി. ദൈവനാമം മഹത്വപ്പെടുന്നില്ലെങ്കിൽ വേണ്ട. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ വളർന്നു വരുമാറാകണം എന്നതാണ് പ്രാർത്ഥന. ദൈവത്തിന് ഇന്ന് ഈ കാര്യം എനിക്ക് നൽകുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നതാണെങ്കിൽ എനിക്ക് മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. ഇത് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ. പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം നമ്മുടെ ആവശ്യങ്ങളാകണമെന്നില്ല, നമ്മുടെ ആഗ്രഹങ്ങളും ആകാം. ഇപ്പം ദൈവത്തിന് യഥാർത്ഥമായി മഹത്വം കൊടുക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുക പോലും വേണ്ട, നനയ്ക്കുക പോലും വേണ്ട, ദൈവം അത്യന്തം പരമായി നമുക്കത് നൽകിത്തരും. പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ താല്പര്യങ്ങൾ ദൈവം നോക്കുന്നുണ്ട്. അവിടെയാണ് ദൈവത്തിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ ഫോക്കസ് എവിടെ കൊണ്ടുവരണമെന്നുള്ള കാര്യമാണ് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നത്. അതായത് നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ സ്പിരിച്വൽ നീഡ്സിലേക്കായിരിക്കണം. നമ്മുടെ ഫിസിക്കൽ അല്ലെ മെറ്റീരിയൽ നീഡ്സിലേക്ക് നമ്മൾ അധികം ശ്രദ്ധ വയ്ക്കാതെ നമ്മുടെ സ്പിരിച്വൽ നീഡ്സിലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യും. ആത്മീയമായ നമ്മുടെ ഒരു ആവശ്യകതകളുണ്ട്, നമ്മളിൽ വളർന്നു വരേണ്ടുന്ന ആത്മീയമായ ചില സംഗതികളുണ്ട്. അവയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഭൗതികമായ കാര്യത്തിലേക്കല്ല. ഞാൻ പലപ്പോഴും ദൈവദാസന്മാർ ഇതേ വേദഭാഗം ഭൗതിക കാര്യങ്ങളെ കേന്ദ്രീകരിച്ച് പ്രസംഗിച്ച് ജനത്തെ കൊണ്ട് കൈയടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിച്ചിരിക്കുന്നത്, ഈ എഫെസോസ് സഭയോട് താൻ പറയുകയാണ്, ആത്മീയമായി നിങ്ങൾ ഒരു ശോഷിപ്പിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അധൈര്യപ്പെട്ടു പോയത്, ഭയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭൗതികമായ കാര്യങ്ങളെയല്ല, ആത്മീയമായ കാര്യത്തെ തന്നെയാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുക, അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരിക. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളിൽ ഒരു വർധനവുണ്ടാകും. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകത്തില്ല. വിശ്വാസത്തിൽ ക്ഷീണം വന്നതുകൊണ്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുകയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. നിങ്ങൾ എപ്പോഴും അത് ഓർത്തുകൊണ്ട് തന്നെ ഇരിക്കണം, മറന്നു പോകരുത്. എപ്പോഴാണ് ഇത് മറന്നു പോകുന്നത്? വിശ്വാസത്തിൽ ക്ഷീണം വരുമ്പോഴാണ് ഇത് മറന്നു പോകുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇവിടെ 2 കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്. ഇവിടെ സാഹചര്യം മുഴുവൻ അബ്രഹാമിന് എതിരാണ്. അബ്രഹാമിന് മുഴുവൻ സാഹചര്യവും എതിരായിട്ട് നിൽക്കുകയാണ്. കാരണം ശരീരം നിർജീവമായി പോയി, ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം താൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. എഫെസോസ് സഭയിലെ വിശ്വാസികൾ അവരുടെ പ്രതികൂല സാഹചര്യത്തെ നോക്കി തങ്ങളുടെ സൂപ്പർ ഹീറോ ആയിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ, അസാധാരണ വീര്യപ്രവൃത്തികളെ ചെയ്ത പൗലോസ് അപ്പോസ്തലൻ ഇന്ന് കാരാഗൃഹത്തിൽ കടക്കുകയാണ്. അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചുപോയി. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, താൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വചനം പറയുന്നു, അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. എല്ലാവരും വായി തുറന്ന് പറഞ്ഞാട്ട്, അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. ഏതു സാഹചര്യവുമായിക്കൊള്ളട്ടെ,
ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ആ സാഹചര്യമെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരിക്കണം. ദൈവത്തിന് മഹത്വം നമ്മൾ കരയറ്റിയില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകും. നമ്മുടെ സ്ട്രെങ്ത് എല്ലാം, നമ്മുടെ ധൈര്യമെല്ലാം, നമ്മുടെ ബലമെല്ലാം ചോർന്നു പോകും. അന്നേരം നമ്മൾ ദൈവത്തെ കുറ്റം പറയും, നമ്മൾ സാഹചര്യങ്ങളെ കുറ്റം പറയും, മൊത്തവും മനുഷ്യരെയും കുറ്റം പറയും. സ്തോത്രം, മൊത്തവും പരാതികളായിരിക്കും. ഇന്നെനിക്ക് പരാതികളില്ല. ഇന്ന് എൻ്റെ ജീവിത സാഹചര്യങ്ങളെ നോക്കി എനിക്ക് പിറുപിറുക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ന് എൻ്റെ സാഹചര്യങ്ങളെക്കാൾ ഉപരി ഞാൻ ഇന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. എന്തിനാ മഹത്വം കൊടുക്കുന്നത്? എൻ്റെ പൊന്നു കർത്താവെ, അങ്ങേ തിരിച്ചറിയുവാൻ സാധിച്ചല്ലോ. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുവാനായിട്ടല്ല ഇത് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ വന്നത് പിറുപിറുപ്പിലൂടെ തന്നെയാണ് വന്നത്. എൻ്റെ പ്രതിസന്ധിയിൽ ഞാൻ പിറുപിറുത്തു, എൻ്റെ പ്രതിസന്ധിയിൽ ഞാൻ നിലവിളിച്ചു, ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ പലരും അത് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തിനാ ദൈവമേ ഇത് അനുവദിച്ച്? ഞാൻ അതൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി, എൻ്റെ ധൈര്യം ചോർന്നുപോയി, ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും എല്ലാം നശിച്ചു പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കർത്താവ് എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. ഐ ആം വിത്ത് യു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം നീ ദൈവമേ, അവിടുന്ന് എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ ഹൃദയത്തിൽ വസിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തെ ഞാൻ ഇന്ന് വിശ്വാസത്താൽ തിരിച്ചറിയുകയാണ്. അതാണ് എൻ്റെ ഉറപ്പ്. അതുകൊണ്ട് ഞാൻ വിശ്വാസത്തിൽ ക്ഷീണിക്കില്ല. പകരം ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കും. അതെങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്? ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കർത്താവേ, ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പറയും, കർത്താവേ, എനിക്കറിയാം ഈ പ്രതിസന്ധി, ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ടാണ്. അങ്ങനെയൊന്ന് പറഞ്ഞേ, അതൊന്ന് വിശ്വസിച്ച് നോക്കിക്കേ, ദൈവത്തിന് മഹത്വം കരയറ്റി നോക്കിക്കേ, അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, വിശ്വാസത്തിൽ ബലപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് ദൈവാത്മാവും നമ്മളോട് സംസാരിക്കുന്നത് ഈ വേദഭാഗങ്ങളാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മൾ കൂടുതൽ വ്യാപൃതരാകാതെ നമ്മൾ ദൈവത്തിന് മഹത്വം കരയറ്റുന്നവരായി തീരട്ടെ. ഈ ഒരു ആവശ്യം എനിക്കുണ്ട്. ദൈവമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നെങ്കിൽ മാത്രം ആ നന്മ എനിക്ക് ലഭിച്ചാൽ മതി, അല്ലെങ്കിൽ അതെനിക്ക് വേണ്ട. ഇങ്ങനെ പറയാൻ പറ്റുമോ? എൻ്റെ പ്രാർത്ഥനാ വിഷയം ഒന്ന് സാധിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. സ്തോത്രം. നമ്മുടെ മാനുഷിക ബുദ്ധിയാണ് ഇങ്ങനെയൊക്കെ നമ്മളോട് പറയുന്നത്. എന്നാൽ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കർത്താവേ എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിച്ച് യേശുവിനോട് പറഞ്ഞാട്ടെ, ദൈവമേ, അങ്ങയുടെ മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ, അങ്ങയുടെ ശക്തി എന്നിലൊന്ന് വെളിപ്പെടണമേ. ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി, വിശ്വസിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്നും നമുക്കും പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി. പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്, പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ഓർത്തിട്ടുള്ള ഭാരമാണ് ഇന്ന് അവർക്ക് ഭാരമായിരിക്കുന്നത്. അവരെക്കുറിച്ചല്ല. പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കാര്യം ഓർച്ച് അവർ അധൈര്യപ്പെട്ടിരിക്കുക. അദ്ദേഹം പറയുന്നത് അതുപോലും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയോ അല്ലെ മറ്റു മനുഷ്യരെക്കുറിച്ചുള്ള ചിന്തയോ നിങ്ങളുടെ ധൈര്യം ചോർത്തിക്കളയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥന പോലും നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും ധൈര്യവും ചോർത്തിക്കളയുന്നതാണെങ്കിൽ അത് ദൈവീകമല്ല. പകരം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞാട്ടെ, കർത്താവ്, ഈ സാഹചര്യത്തിൽ എൻ്റെ ആ സഹോദരന്, എൻ്റെ ആ സഹോദരിക്ക്
ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചാട്ടെ. ആ ഒരു രീതിയിൽ നമ്മുടെ ചിന്താഗതികളെ ഒന്ന് മാറ്റിയാട്ടെ. ഏത് സാഹചര്യമാണെങ്കിലും ദൈവത്തിന് മഹത്വം കരേറ്റിയാട്ടെ. അത്ഭുതങ്ങൾ നമ്മൾ കാണുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് ദൈവവചനം നമ്മളോട് സംസാരിക്കുകയാണ്. ആകുലപ്പെടേണ്ട, വ്യാകുലപ്പെടേണ്ട. ആരെക്കുറിച്ചുള്ള വിഷയമാണെങ്കിലും, നമ്മളെക്കുറിച്ചോ അല്ലെ മറ്റു മനുഷ്യരെക്കുറിച്ചുള്ള, മറ്റ് സഹോദരങ്ങളെക്കുറിച്ചുള്ള, മറ്റു വിശ്വാസികളെക്കുറിച്ചുള്ള, അല്ലെ മറ്റു ദൈവദാസന്മാരെക്കുറിച്ചുള്ള വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മളതിൽ വ്യാകുലപ്പെടേണ്ട. മറിച്ച് ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകുവാൻ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അവരും ബലപ്പെടുവാൻ, ദൈവത്തിൽ ബലപ്പെടുവാൻ, ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ തക്കവണ്ണം അവരും ബലപ്പെടുവാൻ, നമ്മളും ബലപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. മറന്നു പോകരുത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ സാധിക്കുന്നവൻ, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ കഴിയുന്നവനായ ദൈവം, കഴിയുന്നവനായ യേശു ക്രിസ്തു, കഴിയുന്നവനായ പിതാവാം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് നിങ്ങളുടെ സകല ആവശ്യങ്ങളും ദൈവനാമ മഹത്വത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കും. ഗോഡ് ബ്ലസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കർത്താവേ, ഈ മക്കളുടെ ഭൗതികമായ ആവശ്യങ്ങളെക്കുറിച്ച് ആവലാതിപ്പെട്ടിരിക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയായി ഇവരുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് ക്രിസ്തു വിശ്വാസത്താൽ മക്കളുടെ ഉള്ളിൽ കർത്താവേ സ്തോത്രം വസിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവിൽ കർത്താവിനാൽ സകലതും സാധ്യമാകുമെന്നും ദൈവത്തിന് എല്ലാ സാഹചര്യത്തിലും മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ഈ മക്കളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. സത്യവചനം മക്കളുടെ ഉള്ളിൽ യഥാർത്ഥമായി ഗ്രഹിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. ഇന്ന് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ അപ്പോൾ അങ്ങയുടെ മഹത്വം കടന്നു വരുമാറാകണമേ. അങ്ങയുടെ നാം മഹത്വപ്പെടത്തക്ക രീതിയിൽ കർത്താവ് ഈ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും രാവിലെ 7:15 മുതൽ 7:45 വരെ മോർണിംഗ് പ്രെയർ ഉണ്ട്. സൂം മോർണിംഗ് പ്രെയർ ആണ്. അതിൻ്റെ സൂം ID ഈ സ്ക്രീനിൽ കാണിക്കുന്നു. നിങ്ങൾക്ക് ആ ID-യിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഹാർവസ്റ്റ് TV-യിൽ എല്ലാ ആഴ്ചയിലും ഈ പ്രോഗ്രാം ഉണ്ട്. ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് മിസ്സായാൽ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ഈ മെസ്സേജുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ പ്രതീഷ് കെ ബേബി ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പേജിലും ഈ മെസ്സേജുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.